ഇതാണ് സ്പെഷ്യൽ നാടൻ മീൻകറി. പൊടികളോ കാര്യങ്ങളോ ഒന്നും അധികം ഉപയോഗിക്കാതെ ഉണ്ടാക്കുന്ന മീൻകറി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്ന് നമ്മളൊരു മീൻകറിയാണ് ഉണ്ടാക്കുന്നത്. പല മീൻകറികളും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ട്, നിങ്ങളുണ്ടാക്കിയിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ച് അധികം പൊടികളൊന്നും ഉപയോഗിക്കാതെ ഉണ്ടാക്കുന്ന ഒരു മീൻകറി. ആദ്യം നമ്മൾ ചട്ടി അടുപ്പിൽ വെച്ചു. അതിലേക്ക് ഒരു 3 സ്പൂൺ എണ്ണ ഒഴിച്ചു. ഒരു 1/4 സ്പൂണോളം ഉലുവയും 1 സ്പൂണ് കടുകും ഞാൻ അതിലേക്ക് ഇട്ടു. ഇനി കടുക് പൊട്ടി വരണം. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു 2 എത്തൽ വേപ്പില, ഒരു 6 ചുവന്നമുളക്. ചുവന്നമുളക് കൂടുതലിടുകയാണെങ്കിലും നല്ലതാണ്. ഇത്രയിട്ട് ഒന്ന് ഇളക്കി അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഒരു 3 വെളുത്തുള്ളി, 20 ഇഞ്ചി എന്നീ സാധനങ്ങൾ ചെറുതായിരുന്നത് ഇതിലേക്ക് വീണ്ടും ഒന്ന് ഇളക്കുക. അതിലേക്ക് ഒരു മീഡിയം സൈസ് സവോള. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ഉള്ളി ഇടുന്നതാണ് ഇതിലേറ്റവും ടേസ്റ്റ് ഉണ്ടാകാൻ നല്ലത്. ഉള്ളി അരിയും വേണ്ട, നിങ്ങളുടെ ചെറിയ ഉള്ളി ചോറ് കളഞ്ഞ് അങ്ങനെ തന്നെ ഇതിനകത്തേക്ക് ഇടാം കേട്ടോ. അതാണ് കൂടുതൽ ടേസ്റ്റ്. ഇവിടെ എനിക്കിപ്പോൾ ഇവിടെ ചെറിയ ഉള്ളി ഇല്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ സവോള എടുക്കുന്നു. സവോള വേണമെന്ന് നിർബന്ധമില്ല, ചെറിയ ഉള്ളിയാണ് ഇതിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാക്കുന്ന സാധനം. ഇതിൽ ചേർക്കുന്ന ആദ്യത്തെ പൊടി, ആകെ 3 പൊടികളെ ഇതിനകത്ത് ചേർക്കുന്നുള്ളൂ. അതിലാദ്യത്തെ പൊടി ഞാൻ എടുക്കുന്നു ഉപ്പ്. ഒരു 1.5 സ്പൂൺ ഉപ്പ് ഞാൻ ഇട്ടു. ഉള്ളി ഒന്ന് നന്നായിട്ട് വഴണ്ട് വരണം. ഉള്ളി വഴന്ന് വന്നിട്ടുണ്ട്, ചെറുതായിട്ട് നിറകുമാറി തുടങ്ങി. ആ സമയത്ത് ഇതിലേക്ക് ഒരു തക്കാളി, ഒരു ചെറിയ തക്കാളി, അത്രയും വലിയ തക്കാളിയൊന്നും വേണ്ട, ഒരു ചെറിയ തക്കാളി നീളത്തിൽ അരിഞ്ഞ് എടുത്തിട്ടുള്ളത് ചേർത്തിട്ടൊന്ന് ഇളക്കി. തക്കാളി ഒന്ന് ഉടഞ്ഞ് വരികയൊന്നും വേണ്ട, എന്നാൽ അത്യാവശ്യം എരിവുമാണ്. ഒന്ന് ഇളക്കിയ ശേഷം അടച്ചു വയ്ക്കും. തീ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെക്കുക. അടച്ച് 2 മിനിറ്റ് അടച്ച് വരുമ്പോഴേക്കും അത് നന്നായിട്ട് വെന്ത് വരും. ഇപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് കുറച്ച് വെള്ളം തക്കാളിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വെച്ചിട്ടുണ്ട് എന്ന് പറയാൻ. ആ ഒരു പൊസിഷനിൽ ഇതിലെ രണ്ടാമത്തെ പൊടി ഞാൻ ഉപ്പിട്ടു. രണ്ടാമത്തെ പൊടി ഒരു 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം 2 കപ്പ് വെള്ളം, അതിൽ ഒരു നെല്ലിക്കയുടെ വലിപ്പമുള്ള പുളി പിഴിഞ്ഞതാണ് ഞാനിവിടെ
കുടംപുളി അല്ല ഉപയോഗിക്കുന്നത്, വാളംപുളിയാണ്. അത് ഇട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കുക. എന്നിട്ട് അത് തിളയ്ക്കാനായിട്ട് അടച്ചു. അത് തിളച്ചു. ഇപ്പോൾ വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. ഈ ഒരു പൊസിഷനിൽ അതിലേക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ ഇട്ടു. ഞാനിവിടെ കാര മീനിൻ്റെ കഷ്ണങ്ങളാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. മീനിൻ്റെ കഷ്ണങ്ങളൊക്കെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്യുക. ഇത്രയും വെള്ളം ഒന്നും വേണ്ട, കുറച്ച് വെള്ളം നമുക്ക് വറ്റിക്കാനുണ്ട്, സമയമെടുക്കും. ഈ ഇത് വെച്ചതിന് ശേഷം അടച്ചു പോയി ഒരു 5 മിനിറ്റ് വേവിട്ട്